ക്രിസ്തുവേശുവിൽ ഏവർക്കും സ്നേഹവന്ദനം. ജനുവരി 23 ഞായറാഴ്ചയിലേക്കുള്ള ധ്യാനം. ഇന്ന് എക്യുമെനിക്കൽ സൺഡേ ആയി സഭ ആചരിക്കുന്ന ദിവസമാണ്. ഇന്നത്തേക്ക് നൽകിയിരിക്കുന്ന ചിന്താവിഷയം സഭ ഏക ശരീരമായിരിക്കുവാൻ ചേർക്കപ്പെട്ടവർ എന്നതാണ്. ഏക ശരീരമായിരിക്കുവാൻ ചേർക്കപ്പെട്ടവർ. എക്യുമെനിസം എന്ന വാക്ക് ഒയ്ക്യുമെനെ എന്ന ഗ്രീക്ക് വാക്കിൽ നിന്നുണ്ടായതാണ്. ദ ഇൻഹാബിറ്റഡ് വേൾഡ്, അധിവാസ ലോകം എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഓയ്ക്കോസ് എന്ന ഗ്രീക്ക് പദത്തിന് ഹൗസ് എന്നാണ് അർത്ഥം. അങ്ങനെ ദൈവരാജ്യ കാഴ്ചപ്പാടിൽ ദ ഹോൾ വേൾഡ് ഈസ് ഗോഡ്സ് ഓയ്ക്കോസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ആ അർത്ഥത്തിൽ ലോകമെല്ലാം ഒന്നാവുന്ന, ലോക ജനതയെല്ലാം ഒന്നാവുന്ന ഒരു ഭാവി സ്വർഗീയ ദർശനമാണ് ഈ ആശയത്തിൻ്റെ പിന്നിൽ ഉള്ളത്. പക്ഷേ സങ്കടകരമായ ഒരു യാഥാർത്ഥ്യം, ക്രിസ്തീയ സഭകൾ ഭിന്നിച്ചിരിക്കുന്നത് പോലെ ഭൂമിയിൽ മറ്റൊരു വിഭാഗവും ഭിന്നിച്ചിരിക്കുന്നില്ല എന്നതാണ്. ഇന്ന് ഏതാണ്ട് 45,000-ൽ പരം ക്രിസ്തീയ സഭകളും പ്രസ്ഥാനങ്ങളും ഈ ലോകത്ത് ഉണ്ട് എന്നാണ് കണക്ക്. എന്നാൽ ദൈവം നമ്മെ വിളിച്ചത് ഒന്നായിരിക്കാനാണ്. വേദപുസ്തകം നൽകുന്ന സന്ദേശം ഒരുമയുടെ സന്ദേശമാണ്. പ്രത്യേകിച്ചും ഇന്നത്തെ വേദഭാഗങ്ങളെല്ലാം ഈ ആശയം വ്യക്തമായി പ്രതിപാദിക്കുന്നവയുമാണ്. ഇന്നത്തെ 2-ാം പാഠത്തിൽ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനം 12-ാം അധ്യായം 12 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ മനുഷ്യ ശരീരത്തോട് താരതമ്യപ്പെടുത്തി ഈ ആശയം വളരെ വ്യക്തമായി പറയുന്നുണ്ട്. ശരീരം ഒന്നും അതിന് അവയവം പലതും, ശരീരത്തിൻ്റെ അവയവം പലതായിരിക്കെ എല്ലാം ഒരു ശരീരവുമായിരിക്കുന്നത് പോലെയാകുന്നു ക്രിസ്തുവും. യഹൂദന്മാരോ യവനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ നാം എല്ലാവരും ഏക ശരീരമാകുമാറ് ഒരേ ആത്മാവിൽ സ്നാനമേറ്റും എല്ലാവരും ഒരേ ആത്മാവിനെ പാനം ചെയ്തും ഇരിക്കുന്നു. ഇന്നത്തെ സ്ലീഹായിൽ എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ പൗലോസ് പ്രബോധിപ്പിക്കുന്നത് നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണമെന്നാണ്. അതിൻ്റെ ഇംഗ്ലീഷ് പരിഭാഷ അതീവ ഹൃദ്യമാണ്. ഐ ബെഗ് യു ടു ലീഡ് എ ലൈഫ് വർതി ഓഫ് യുവർ കോളിംഗ് എന്നാണത്. ഐ ബെഗ് യു എന്നാണ് പൗലോസ് അവിടെ പറയുന്നത്. ഇന്നത്തെ ഏവൻഗേലിയോൻ വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പറയുന്നു, ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും തമ്മിൽ സ്നേഹിക്കണം എന്നാകുന്നു എൻ്റെ കൽപ്പന. ഈ വചനങ്ങളെല്ലാം പറയുന്നു ദൈവമക്കൾ ഒന്നായിരിക്കണം. അത് തന്നെയാണ് ദൈവഹിതം എന്ന് ഈ വേദഭാഗങ്ങൾ അരക്കിട്ട് ഉറപ്പിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഒന്നായി സംയോജിച്ച് വസിക്കുന്നത് പോലെ എല്ലാവരും ദൈവവുമായുള്ള ബന്ധത്തിലും പരസ്പരമുള്ള ബന്ധങ്ങളിലും ഒന്നായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അർത്ഥമാക്കുന്നത് എല്ലാ സഭകളും ഒരു സഭയായി തീരണം എന്നല്ല. പൗലോസ് കൊരിന്ത്യരോട് പറയുന്നത് പോലെ ശരീരം മുഴുവൻ കണ്ണായാൽ ശ്രവണം എവിടെ? മുഴുവൻ ശ്രവണമായാൽ ഘ്രാണം എവിടെ? ദൈവമോ തൻ്റെ ഇഷ്ടപ്രകാരം അവയവങ്ങളെ ശരീരത്തിൽ വെവ്വേറെയായി വച്ചിരിക്കുന്നു. സകലവും ഒരു അവയവം എങ്കിൽ ശരീരം എവിടെ? അതായത് വൈവിധ്യം
അതിൽ തന്നെ ഒരു ദോഷമല്ല എന്നർത്ഥം. കേരളത്തിൽ ക്രൈസ്തവ വിശ്വാസം എത്തി 21 നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും എബ്രായ ലേഖനകർത്താവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവപ്പ്, മരിച്ചവരുടെ പുനരുത്ഥാനം തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ പറഞ്ഞ് ആളുകളെ മോഷ്ടിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളെ വിട്ട് മറ്റ് വ്യവസ്ഥാപിത സഭകളെല്ലാം ഒരുമിച്ച് സാക്ഷ്യത്തിൽ മുന്നേറേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് ഇത്തരുണത്തിൽ പറയാനുള്ളത്. പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യം, ഈ അടുത്ത കാലത്തായി ഇത്തരം ഒരു ബോധ്യം ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിട്ടുണ്ട് എന്നതാണ്. അതിൻ്റെ ഫലമായി മുമ്പ് എന്നത്തേക്കാളും ഉപരി സഭകൾ കൂടുതലായി പരസ്പര ധാരണയിലാണ് മുന്നോട്ട് നീങ്ങുന്നത് എന്നത് ശുഭസൂചകമായ ഒരു വസ്തുതയാണ്. എൻ്റെ വ്യക്തിപരമായ അനുഭവം പറഞ്ഞ് മുന്നോട്ട് നീങ്ങാം. കഴിഞ്ഞ 3.5 പതിറ്റാണ്ട് കാലം ഞാൻ ശുശ്രൂഷ ചെയ്ത എല്ലാ സ്ഥലങ്ങളിലും പ്രാദേശിക തലത്തിൽ വിവിധ സഭാജനങ്ങളുമായും വൈദികരുമായും വളരെ അടുത്ത ബന്ധത്തിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഏതാണ്ട് 20-ലധികം വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഫരീദാബാദിൽ ശുശ്രൂഷ ചെയ്യുന്ന കാലം, ഫരീദാബാദിൽ ഓർത്തഡോക്സ്, മലങ്കര കത്തോലിക്ക, മാർത്തോമ പള്ളികൾ വളരെ അടുത്ത സ്ഥലങ്ങളിലാണ് സ്ഥിതി ചെയ്തിരുന്നത്. പ്രസ്തുത 3 ഇടവകകളിൽ ഞങ്ങൾ ഒരേ സമയം ശുശ്രൂഷ ചെയ്തിരുന്ന 3 അച്ഛന്മാർ. ഫരീദാബാദിലെ ക്രിസ്ത്യാനികൾ ഞങ്ങളെ അടുപ്പുകല്ലുകൾ എന്നാണ് വിളിച്ചിരുന്നത്. ഏതെങ്കിലും ഒരു അച്ഛനെ ഫോണിൽ കിട്ടിയില്ലെങ്കിൽ ആളുകൾ പറയും മറ്റ് 2 എവിടെയെങ്കിലും തിരക്കിയാൽ മതി എന്ന്. അത്രയ്ക്ക് അടുത്ത സ്നേഹിതരായിരുന്നു ഞങ്ങൾ. മാത്രമല്ല, തികഞ്ഞ അഭിമാനത്തോടെ ഞാൻ പറയട്ടെ, മാർത്തോമാ സഭയിലെ ഒരു വൈദികനായിരിക്കെ തന്നെ ഓർത്തഡോക്സ്, യാക്കോബായ, ജ്ഞാനായ, CSI, CNI, ലൂഥറൻ, രക്ഷാസൈന്യം തുടങ്ങിയ നിരവധി സഭകളുടെ കൺവെൻഷൻ വേദികളിൽ സ്ഥിരമായി ദൈവവചനം പ്രസംഗിക്കുന്ന ഒരാളാണ് ഞാൻ. അതുതന്നെ പരസ്പരം മനസ്സിലാക്കുന്നതിൻ്റെയും അംഗീകരിക്കുന്നതിൻ്റെയും ഒരു ഉദാഹരണമാണ്. ഇതിൻ്റെ എല്ലാം അർത്ഥം ഈ സഭകളെല്ലാം ഒന്നായി എന്നല്ല. പിന്നെയോ എല്ലാവർക്കും പരസ്പരം ആദരിച്ചും അംഗീകരിക്കും ജീവിക്കാൻ കഴിയും എന്നതാണ്. പരസ്പരം ആദരിച്ചും അംഗീകരിച്ചും ഒരുമയോടെ മുന്നേറുക എന്നതാണ് ഇന്നത്തെ ഈ ധ്യാനത്തിൻ്റെ പ്രധാന സന്ദേശം എന്നാണ് ഞാൻ നിങ്ങളോട് ഇന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്. ഇത്രയും കൊണ്ട് തൃപ്തിപ്പെട്ടാൽ മാത്രം പോരാ. ദൈവഹിതം നിറവേറപ്പെടണമെങ്കിൽ എല്ലാ സഭകളും ഭിന്നതകൾ മറന്ന് ഒരുമിച്ച് മുന്നേറേണ്ട കാലത്താണ് നാം ജീവിക്കുന്നത് എന്ന് തിരിച്ചറിയുകയും അതിനായി എല്ലാവരും ശ്രമിക്കുകയും ചെയ്യണം. സഭകൾ തമ്മിലുള്ള ഐക്യം മാത്രമല്ല, സഭകൾക്കുള്ളിലെ ഐക്യവും പരമപ്രധാനമാണ് എന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. സഭകൾ തമ്മിലുള്ള അഥവാ സഭ അംഗങ്ങൾ തമ്മിലുള്ള ഐക്യം എങ്ങനെ സാധിക്കാം എന്ന് വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുന്നത് നമുക്ക് ഒരു മാതൃകയായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1. യൂണിറ്റി ഡിപ്പെൻഡ്സ് ഓൺ അവർ കോണ്ടക്റ്റ്. ഐക്യത അംഗങ്ങളുടെ സ്വഭാവത്തെയും പെരുമാറ്റത്തെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. എഫേസ്യർ 4-ാം അധ്യായം 2-3 വാക്യങ്ങൾ. നിങ്ങളെ വിളിച്ചിരിക്കുന്ന വിളിക്ക് യോഗ്യമാവണ്ണം പൂർണ്ണ വിനയത്തോടും സൗമ്യതയോടും ദീർഘക്ഷമയോടും കൂടെ നടക്കുകയും സ്നേഹത്തിൽ അന്യോന്യം പൊറുക്കുകയും ആത്മാവിൻ്റെ ഐക്യത സമാധാന ബന്ധത്തിൽ കാപ്പാൻ ശ്രമിക്കുകയും ചെയ്യുവിൻ. ഐക്യത ഉണ്ടാവാനായി
നമ്മുടെ പെരുമാറ്റത്തിൽ ഉണ്ടായിരിക്കേണ്ട ചില സ്വഭാവ ഗുണങ്ങൾ പൗലോസ് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ. പൂർണ്ണ വിനയം, ഹംബിൾനെസ്, സൗമ്യത, മീക്ക്നെസ്, ദീർഘക്ഷമ, പേഷ്യൻസ്, സ്നേഹം, ലവ്, പരസ്പരമുള്ള പൊറുക്കൽ, ഫോർബെയറൻസ്. കൊരിന്ത്യർക്ക് പൗലോസ് എഴുതിയതുപോലെ യഹൂദന്മാരോ യമനന്മാരോ ദാസന്മാരോ സ്വതന്ത്രരോ എന്ന വേർതിരിവുകൾ ഉണ്ടാകാതിരിക്കണമെങ്കിൽ മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ നമ്മിൽ ഉണ്ടായിരിക്കണം എന്നർത്ഥം. 1 കൊരിന്ത്യർ 12:13. പൗലോസ് തുടരുകയാണ്, കണ്ണിന് കൈയോട് നിന്നെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും തലയ്ക്ക് കാലുകളോട് നിങ്ങളെക്കൊണ്ട് എനിക്ക് ആവശ്യമില്ല എന്നും പറഞ്ഞുകൂടാ. ശരീരത്തിൽ ബലം കുറഞ്ഞവ എന്ന് തോന്നുന്ന അവയവങ്ങൾ തന്നെ ആവശ്യമുള്ളവയാകും. ശരീരത്തിൽ മാനം കുറഞ്ഞവ എന്ന് തോന്നുന്നവയ്ക്ക് നാം അധികം മാനം അണിയിക്കുന്നു. ശരീരത്തിൽ ഭിന്നത വരാതെ അവയവങ്ങൾ അന്യോന്യം ഒരുപോലെ കരുതേണ്ടതിനായി ദൈവം കുറവുള്ളതിന് അധികം മാനം കൊടുത്തുകൊണ്ട് ശരീരത്തെ കൂട്ടിച്ചേർത്തിരിക്കുന്നു. വാക്യങ്ങൾ 21 മുതൽ 23 വരെ. ഒരു പടി കൂടെ കടന്ന് പൗലോസ് പറയുന്നു, ഒരു അവയവം കഷ്ടം അനുഭവിക്കുന്നു എങ്കിൽ അവയവങ്ങളൊക്കെയും കൂടെ കഷ്ടം അനുഭവിക്കുന്നു. ഒരു അവയവത്തിന് മാനം വന്നാൽ അവയവങ്ങളൊക്കെയും കൂടെ സന്തോഷിക്കുന്നു. വാക്യം 26. അതായത് കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെയുള്ള ഒരുമയുണ്ടാകണമെങ്കിൽ ഈ ഗുണഗണങ്ങൾ സഭാംഗങ്ങളായ നമ്മിൽ ഉണ്ടായേ മതിയാവും. അവയില്ലാത്തവർ ദൈവമക്കൾ എന്ന പേരിന് അർഹരല്ല എന്ന് പറയേണ്ടി വരും. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും മഹാനായ അലക്സാണ്ടർ ചക്രവർത്തി അന്നത്തെ ലോകം മുഴുവൻ ഏതാണ്ട് പിടിച്ചടക്കിയ ആളാണ്. ഒരിക്കൽ അദ്ദേഹം ഉറക്കം വരാതെ തൻ്റെ പട്ടാള പാളയത്തിലൂടെ ഉലാത്തുകയായിരുന്നു. അപ്പോഴാണ് പട്ടാള പാളയത്തിന് കാവൽ നിന്നിരുന്ന കാവൽക്കാരൻ ഉറങ്ങുന്നത് കണ്ടത്. ഉടനെ ചക്രവർത്തി ചോദിച്ചു, നിന്റെ പേരെന്താണ്? അയാൾ പറഞ്ഞു, അലക്സാണ്ടർ സർ. ചോദ്യം 3 പ്രാവശ്യം ആവർത്തിച്ചു. 3 പ്രാവശ്യവും അയാൾ അതേ ഉത്തരം പറഞ്ഞു. ചക്രവർത്തി അയാളോട് പറയുകയാണ്, ഒന്നുകിൽ നിൻ്റെ പേര് മാറ്റുക, അല്ലെങ്കിൽ നിൻ്റെ സ്വഭാവം മാറ്റുക. എന്നെ കേൾക്കുന്ന എല്ലാ സഹോദരങ്ങളോടും എനിക്ക് പറയാനുള്ളത്, സഭകൾ ഒരുമയോടെ ദൈവവേല ചെയ്യുവാൻ തടസ്സം മേൽപ്പറഞ്ഞ സ്വഭാവ ഗുണങ്ങൾ നമ്മിലില്ലാത്തതാണെങ്കിൽ ഒന്നുകിൽ നമ്മുടെ സ്വഭാവം മാറ്റുക, അല്ലെങ്കിൽ ക്രിസ്ത്യാനികൾ എന്ന നമ്മുടെ പേര് മാറ്റുക. 2. യൂണിറ്റി arises from the unity of our God. ഐക്യത ഉത്ഭവിക്കുന്നത് ദൈവിക ഐക്യത്തിൽ നിന്നാണ്. അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് എന്ന ത്രിത്വ ദൈവമാണ് സർവ്വ ഐക്യത്തിൻ്റെയും നിദാനം. പൗലോസ് പറയുന്നു, നിങ്ങളെ വിളിച്ചപ്പോൾ ഏക പ്രത്യാശയ്ക്കായി നിങ്ങളെ വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്, എല്ലാവർക്കും മീതെയുള്ളവനും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും എല്ലാവരിലും ഇരിക്കുന്നവനുമായി എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. 4 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. അതായത് നമ്മളെല്ലാം ഒരു പിതാവിൻ്റെ മക്കളാണ്. അതുകൊണ്ട് ആ പിതാവിൻ്റെ ഗുണം നമ്മിൽ ഉണ്ടായിരിക്കണം എന്ന് സാരം. അങ്ങനെ സംഭവിക്കണമെങ്കിൽ എന്തു വേണം എന്ന് കർത്താവ് വ്യക്തമായി പറയുന്നുണ്ട്. എന്നിൽ വസിപ്പിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. കൊമ്പിന് മുന്തിരിവള്ളിയിൽ വസിച്ചിട്ടല്ലാതെ സ്വയമായി കായ്പാൻ കഴിയാത്തതുപോലെ എന്നിൽ വസിച്ചിട്ടല്ലാതെ നിങ്ങൾക്ക് കഴിയില്ല. യോഹന്നാൻ എഴുതിയ സുവിശേഷം 15-ാം അധ്യായം 4-ാം വാക്യം.
17-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന യേശു കർത്താവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയിൽ നാം ഇങ്ങനെയാണ് വായിക്കുന്നത്: പിതാവേ, നീ എന്നെ അയച്ചിരിക്കുന്നുവെന്ന് ലോകം വിശ്വസിപ്പാൻ അവർ എല്ലാവരും ഒന്നാകേണ്ടതിന്, പിതാവേ, നീ എന്നിലും ഞാൻ നിന്നിലുമാകുന്നത് പോലെ അവരും നമ്മിൽ ആകേണ്ടതിന് തന്നെ. വാക്യം 21. വാക്യം 23 പറയുന്നു: നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നു എന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവർ ആയിരിക്കേണ്ടതിന് തന്നെ. അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ സുവിശേഷ ഭാഗത്ത് യേശു കർത്താവ് വ്യക്തമായി പറയുന്നു: എന്നിൽ വസിപ്പിൻ, എൻ്റെ സ്നേഹത്തിൽ വസിപ്പിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് അവൻ്റെ സ്നേഹത്തിൽ വസിക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ വസിക്കും. ക്രിസ്ത്യാനികൾക്ക് ഒരുമയുണ്ടാകാത്തതിൻ്റെ കാരണം യോഹന്നാൻ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഈ കൊമ്പുകൾ മുന്തിരിവള്ളിയിൽ വസിക്കുന്നില്ല എന്നാണ് അർത്ഥം. മുന്തിരിവള്ളിയിൽ വസിക്കുന്നില്ല എങ്കിൽ ഒരു കൊമ്പ് പോലെ പുറത്ത് കളഞ്ഞിട്ട് അവൻ ഉണങ്ങിപ്പോകുന്നു, ആ വക ചേർത്ത് തീയിലിടുന്നു, അത് വെന്തുപോകും. അപ്പോൾ ദൈവത്തോട് ബന്ധമില്ലാത്തവർ ഉണങ്ങിയവരാണ് അഥവാ മരിച്ചവരാണ്. ഇനി മൂന്നാമത്തെ കാര്യം, യൂണിറ്റി ഈസ് എൻറിച്ച്ഡ് ബൈ ദ ഡൈവേഴ്സിറ്റി ഓഫ് അവർ ഗിഫ്റ്റ്സ്. നമ്മുടെ ദാനങ്ങളിലുള്ള വൈവിധ്യമാണ് ഐക്യതയുടെ സൗന്ദര്യം. പൗലോസ് പറയുന്നു: എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. വാക്യം 7. God has given us different gifts. The Greek word used here is charisma. Charisma means graceful talent. So every single member has a charisma to exercise, a duty to perform. വൈവിധ്യം ദൈവിക ദാനമാണ്. വൈവിധ്യം പൊതു നന്മയ്ക്ക് വേണ്ടിയുള്ളതാണ്. ഉദാഹരണമായി, ഒരാൾക്ക് പാടാനുള്ള കൃപ, മറ്റൊരാൾക്ക് പ്രസംഗിക്കാനുള്ള കൃപ, വേറൊരാൾക്ക് പ്രാർത്ഥിക്കാനുള്ള കൃപ, ഒരാൾക്ക് സംഘടനാ പാഠവും. അതെല്ലാം പൊതു നന്മയ്ക്കായി ഉപയോഗിക്കപ്പെടുമ്പോഴാണ് നന്മയുണ്ടാകുന്നത്, ഒരുമയുണ്ടാകുന്നത്. ഈ ദാനങ്ങൾ സ്വന്തം കാര്യസാധ്യത്തിന് വേണ്ടി ഉപയോഗിക്കുമ്പോഴാണ് ഭിന്നതയുണ്ടാകുന്നത്. ഈ ബാഹ്യമായ കാര്യങ്ങൾക്ക് അമിതമായ പ്രാധാന്യം നൽകുന്നതാണ് മറ്റൊരു പ്രശ്നം. ഇന്നത്തെ സഭകളിൽ നടക്കുന്ന പല കാര്യങ്ങളും സങ്കടകരമാണ് എന്നതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ അവ വിവരിക്കാൻ ഒരു വൈദികൻ എന്ന നിലയിൽ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഇന്നത്തെ നമ്മുടെ പ്രധാന ചർച്ച ആരാധിക്കുമ്പോൾ എങ്ങോട്ട് തിരിഞ്ഞു നിൽക്കണം, നിൽക്കണോ അതോ ഇരിക്കണോ എന്നൊക്കെയാണ്. വൈദികർ തമ്മിൽ ചൂട് പിടിച്ച ചർച്ചയിലാണ്. വിഷയം എന്താണെന്ന് അറിയാമോ? ആരാധനാമധ്യേ ജനങ്ങൾ എങ്ങനെ നിൽക്കണം. ഒരാൾ പറഞ്ഞു കൈകൂപ്പി നിൽക്കണം. രണ്ടാമൻ പറഞ്ഞു അതല്ല, കൈ മുന്നോട്ട് നീട്ടി യാചിക്കും പോലെ മലർത്തിപ്പിടിക്കണം. തർക്കം തുടരുകയാണ്. അന്ന് ആരാധനയിൽ ഒരു യാചകൻ പുതച്ച് നിൽക്കുകയാണ്. അയാൾ കൈകൂപ്പിയില്ല, കൈ മുന്നോട്ട് നീട്ടി പിടിച്ചുമില്ല. ആരാധന കഴിഞ്ഞ് അച്ഛന്മാർ അയാളെ കണ്ടു. താങ്കൾ എന്താണ് വെറുതെ നിന്നത്? പെട്ടെന്ന് അയാൾ പുതച്ചിരുന്ന പുതപ്പ് കുടഞ്ഞ് താഴെയിട്ടു. അയാൾക്ക് 2 കൈകളുമില്ലായിരുന്നു. വൈദികർ അയാളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്, ഉത്തരമില്ലാതെ. ഉടനെ അയാൾ പറയുകയാണ്, ആരാധനയിൽ നമ്മുടെ ഹൃദയം ദൈവം മുൻപാകെ തുറക്കപ്പെട്ടിരിക്കണം, അല്ലാതെ ബാഹ്യമായ കാര്യങ്ങൾക്ക് ഒരു പ്രാധാന്യവുമില്ല.
പ്രിയപ്പെട്ടവരെ, നൂറ്റാണ്ടുകളായി തർക്കിച്ചു കൊണ്ടിരിക്കുന്ന പ്രാഥമിക കാര്യങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ മാറ്റിവെക്കാം. ആരാധനകളിലെ ബാഹ്യമായ പ്രകടനങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ മാറ്റിവെക്കാം. യേശു കർത്താവ് നമ്മെ ഉദ്ബോധിപ്പിക്കും പോലെ കർത്താവ് കാണിച്ചു തന്ന മാതൃക പിന്തുടരാം, ഒരുമയോടെ മുന്നേറാം. ദൈവം ആഗ്രഹിക്കും പോലെ ഏക ശരീരമായിരിക്കുവാൻ ചേർക്കപ്പെട്ടവരാണ് നാം ഓരോരുത്തരും എന്ന ബോധ്യത്തോടെ മുന്നേറാം. നിങ്ങൾ തമ്മിൽ സ്നേഹിക്കേണ്ടതിന് ഞാനിത് നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന കർത്താവിൻ്റെ കൽപ്പന നമുക്ക് ഏറ്റെടുക്കാം. എല്ലാവരും ഒന്നാവുന്ന സുന്ദര ദിനങ്ങൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം, പ്രവർത്തിക്കാം. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പി തോമസ് അച്ഛൻ.